എങ്കിൽ ഹലോ ഇപ്പൊ പേടിക്കാത്ത ഞാൻ പേടിക്കേണ്ടാത്ത ഒരാളുണ്ടെങ്കിൽ ലാലേട്ടനായിരിക്കും. കാരണം ലാലേട്ടൻ അങ്ങനെ ഒരു അപാരമായിട്ടുള്ള ഒരു മനുഷ്യനില്ലേ ആസ് എ പേഴ്സൺ. ലാലേട്ടനല്ല ഉദ്ദേശിച്ചത്, ഫാൻസിനെ. ലാലേട്ടൻ ഒരു വ്യക്തിയാണെന്നുണ്ടെങ്കിൽ അതിന്റെ ബാക്ക്ഗ്രൗണ്ടിൽ വലിയ പ്രസ്ഥാനം കിടക്കുന്നുണ്ട്. അല്ല, അത് പ്രസ്ഥാനം കടന്നു കഴിഞ്ഞാലും ഈ ട്രൂ ഫാൻസിന് മനസ്സിലാവും എന്തുകൊണ്ടാണ് ഇത് വിമർശിക്കുന്നത്. കാരണം ഞാൻ തന്നെ ലാലേട്ടൻ്റെ എന്തെങ്കിലും ഒരു ചെറിയൊരു പോസിറ്റീവ് കിട്ടിക്കഴിഞ്ഞാൽ ഞാൻ തന്നെ എടുത്ത് കത്തിക്കാറുണ്ട്. കാരണം കാരണം ഞാൻ ട്രൂ ലാലേട്ടൻ ഫാനാണ്. അപ്പോൾ ദ ബ്രാൻഡ് മലയാള സിനിമയിലെ കിങ്, റിവ്യൂ കിങ് അശ്വന്ത് ഗോക്കിൻ്റെ ഇൻ്റർവ്യൂ ഇപ്പോൾ കണ്ടു തീർത്തോളൂ. ഇവനെന്താ വെയ്യേ, ആകെ പഴയൊരു പ്രസരിപ്പൊന്നുമില്ലല്ലോ. പോടെ. അപ്പോൾ അതിൽ അശ്വന്ത് ഗോക്ക് പറയുന്നൊരു കാര്യം എന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ, ഞാൻ ലാലേട്ടൻ്റെ ഭയങ്കര ഫാനാണ്, ജെന്യൂനായിട്ടുള്ള ഫാനാണ്, അതുകൊണ്ടാണ് ഞാൻ ലാലേട്ടനെ വിമർശിക്കുന്നത്. അത് ലാലേട്ടൻ്റെ യഥാർത്ഥ ഫാൻസിന് മനസ്സിലാവും. ഈ പാൽക്കുപ്പികൾക്കൊന്നും മനസ്സിലാവില്ല, യഥാർത്ഥ ഫാൻസിന് മനസ്സിലാവും എന്ന് പറയുന്നത്. നീ യഥാർത്ഥ ഫാൻസിൻ്റെ കാര്യമൊക്കെ അവിടെ നിൽക്കട്ടെ, പിന്നെ നിൻ്റെ ജെന്യൂനിറ്റിയും കാര്യങ്ങളൊക്കെ നമുക്ക് നന്നായിട്ട് അറിയാം. നീ FFC ഗ്രൂപ്പിൽ പോസ്റ്റ് ഇടുന്ന സമയം മുതലേ ഞാനൊക്കെ എന്താ പറയുക നിന്നെ ഫോളോ ചെയ്യുന്നുണ്ട്. ആ സമയം മുതലേ നീ അറിയാം, പേഴ്സണലായിട്ട് അറിയാമെന്നല്ല, ഇങ്ങനെ സോഷ്യൽ മീഡിയ വഴി നിൻ്റെ പോസ്റ്റുകളൊക്കെ കാണാറുണ്ട്. ഇപ്പോൾ വന്നിട്ട് പല സിനിമകളിലും നീ വലിച്ചു കയറുന്നത് കാണാം. സ്ത്രീ വിരുദ്ധത, പൊളിറ്റിക്കലി കറക്റ്റ് അല്ല, എന്തായി കാണിക്കുന്നതെന്നൊക്കെ പറഞ്ഞ് നീ പല രീതിയിലും വിമർശിക്കാറുണ്ട്. നീ ഒരു സമയത്ത് ആരായിരുന്നു എന്തായിരുന്നു എന്നുള്ളത് എന്നെപ്പോലുള്ള ആ സമയത്ത് FFC പോലുള്ള ഗ്രൂപ്പുകളിലൊക്കെ ഫോളോ ചെയ്യുന്ന ആൾക്കാർക്ക് നന്നായിട്ട് അറിയാം. അപ്പം നീ നന്മ വരാൻ കളിക്കല്ലേ വന്നിട്ട്, ഓക്കെ? നീ അതിലിടുന്ന പോസ്റ്റുകളൊക്കെ എൻ്റെ പൊന്നോ അത്രയും വൾഗറായിട്ട് നീ പല പോസ്റ്റുകളിൽ ഇട്ടിട്ടുണ്ട്. എന്നിട്ട് ഇപ്പം വന്നിട്ടാണ് നീ സ്ത്രീ വിരുദ്ധത അങ്ങനെ ഇങ്ങനെ എന്നൊക്കെ സംസാരിക്കുന്നത്. ഓക്കെ, അപ്പം നീ ലാലേട്ടനെ കുറിച്ച് പറഞ്ഞത് ഞാൻ പറഞ്ഞുതരാം. നീ റിവ്യൂ പറയുന്ന സമയത്ത്, അതായത് നീ യൂട്യൂബിൽ റിവ്യൂ, അത് നീ ഫേസ്ബുക്കിൽ റിവ്യൂ പറയാൻ തുടങ്ങിയത്, പിന്നെ നീ യൂട്യൂബിൽ റിവ്യൂ പറയാൻ തുടങ്ങി. ആ സമയത്ത് നിനക്ക് കിട്ടിയിരുന്ന വ്യൂവേഴ്സ് എന്നൊക്കെ പറഞ്ഞു കഴിഞ്ഞാൽ 2000-3000 മാക്സിമം. ഞാൻ ആ സമയത്ത് നിൻ്റെ എല്ലാ എന്താ പറയുക വീഡിയോസും കാണാറുണ്ടായിരുന്നു. എനിക്കിതിനെ ഭയങ്കര ഇഷ്ടമായിരുന്നു ആ സമയത്ത്. ഇപ്പോഴും ഇഷ്ടക്കുറവൊന്നുമില്ല കേട്ടോ, പക്ഷേ ചില കാര്യങ്ങൾ പറയണം തോന്നി. 2000-3000 വ്യൂവേഴ്സ് കിട്ടുന്ന സമയത്തും നീ ഇതേപോലെ തന്നെയാണ് റിവ്യൂ പറഞ്ഞിരുന്നത്. പക്ഷേ ചെറിയൊരു വ്യത്യാസം വന്നെന്നുള്ളൂ. അതായത് ഞാൻ പറഞ്ഞുതരാം. പക്ഷെ നീ അങ്ങനെ വലിച്ചു വാരി എന്താ പറയുക അങ്ങനെ വളരെ മോശമായിട്ടൊന്നും നീ പറയലില്ല ആ സമയത്ത്. പിന്നെ എനിക്ക് മനസ്സിലായി ഈ 2000-3000 വ്യൂവേഴ്സ് പോലെ എനിക്കുന്നത്. അങ്ങനെ നീ തിരഞ്ഞെടുത്തതാണ് ലാലേട്ടനെ. നീ ആ ഒടിയൻ്റെ സമയം മുതൽ ബിഗ് ബ്രദർ, നീ ലാലേട്ടനെ മന്ദപ്പൻ എന്ന് വരെ വിളിച്ചിട്ടുണ്ട്. നീ ലാലേട്ടനെ മോശമായിട്ട് സംസാരിച്ച പോലെ ഈ ലോകത്ത് ആരും സംസാരിച്ചിട്ടുണ്ടാവില്ല. പിന്നെ വേറൊരു വേട്ടവളി ഉണ്ടല്ലോ, ചെകുത്താൻ, അത് പിന്നെ പോട്ടെ, മെൻ്റൽ കേസ്. നീ ഒരു അധ്യാപകനൊക്കെ അല്ലേ, അത്രയും മോശമായിട്ട് സംസാരിച്ച ആളാണ്. എന്നിട്ട് നീ ഇപ്പം ഇരുന്ന് പറഞ്ഞുകൊണ്ടിരിക്കുക ഞാൻ ലാലേട്ടൻ്റെ ഭയങ്കര ഫാനാണ് അതുകൊണ്ട് പറഞ്ഞതാണ്. നീ ഈ 2000-3000 റിവ്യൂ പറഞ്ഞ വ്യൂവേഴ്സ് കിട്ടുന്ന സമയത്ത് നിൻ്റെ സോഷ്യൽ മീഡിയയിൽ നീ 4 പേരെയൊന്ന് ഫോളോ ചെയ്തിട്ടുണ്ടായിരുന്നത്. ലാലേട്ടൻ, സച്ചിന്, മെസ്സി, പിന്നെ ഒന്ന് AR റഹ്മാനാണ് തോന്നുന്നത്. നീ ലാലേട്ടനെ തെറി പറയാൻ തുടങ്ങി, വളരെ മോശമായിട്ട് നിനക്കിങ്ങനെ വ്യൂവേഴ്സ് കിട്ടാൻ തുടങ്ങി, നിനക്കൊരു സെലിബ്രിറ്റി ഇമേജ് വരാൻ തുടങ്ങി. അപ്പം നീ ലാലേട്ടനെ മനഃപൂർവ്വം നീ പല വേഷം കെട്ടും, പല രീതിയിൽ ലാലേട്ടനെ ട്രോളി, മോശമായി സംസാരിച്ച് നീ റീച്ച് ഉണ്ടാക്കി. നീ ആ സമയത്ത് ലാലേട്ടനെ ഫോളോ ചെയ്യുന്നത് അങ്ങോട്ട് നിർത്തി. നീ വെറും 3 പേരെ മാത്രം ഫോളോ ചെയ്യാൻ തുടങ്ങി. പക്ഷേ നീ ഇപ്പം വീണ്ടും ലാലേട്ടനെ ഫോളോ ചെയ്യുന്നുണ്ട്. ഞാനിപ്പോൾ ഇന്ന് ശ്രദ്ധിച്ചപ്പോൾ ഞാൻ നോക്കിയപ്പോൾ കണ്ട് നീ ലാലേട്ടനെ വീണ്ടും ഫോളോ ചെയ്യാൻ തുടങ്ങി. പക്ഷെ കുറേ കാലം നീ ലാലേട്ടനെ ഫോളോ ചെയ്യുന്നില്ലായിരുന്നു. അത് ഇവൻ്റെ അക്കൗണ്ട് ശ്രദ്ധിച്ച ആൾക്കാർക്ക് മനസ്സിലായിട്ടുണ്ടാവും. ഇപ്പം വീണ്ടും ലാലേട്ടനെ ഫോളോ ചെയ്യുന്നുണ്ട്. നീ ഭയങ്കരമായിട്ട് സെലിബ്രിറ്റി ഇമേജ് ആഗ്രഹിച്ചിരുന്ന ഒരാളാണ് നീ. അതായത് ആദ്യം മുതലേ നീ അതിനുവേണ്ടി ബിഗ് ബോസിൽ കയറാൻ വേണ്ടിയിട്ട് പഠിച്ച പണി 18 നോക്കിയിട്ടുണ്ട്. നീ പല ഓഡിഷനിലും ബിഗ് ബോസിനെ പോയിട്ട് നാണം കെട്ടി നീ തിരിച്ചു വന്ന സന്ദർഭങ്ങളൊക്കെ ഉണ്ടായിട്ടുണ്ട്. നിന്നെ ഫോളോ ചെയ്യുന്നവർക്ക് അത് നന്നായിട്ട് അറിയാം. അങ്ങനെയുള്ള നീ ബിഗ് ബോസിനൊക്കെ ഇപ്പോൾ പുച്ഛത്തോടെ സംസാരിക്കുന്നത് അതിൻ്റെ റീസൺ എന്താണെന്നറിയോ? നിനക്ക് നല്ല സെലിബ്രിറ്റി ഇമേജ് കിട്ടി. നീ ആഗ്രഹിച്ചിരുന്നത് ക്യാഷ് ഒന്നല്ല, നിനക്ക് വേണ്ടിയിരുന്നത് സെലിബ്രിറ്റി ഇമേജാണ്. നീ പറഞ്ഞ പോലെ ബ്രാൻഡ്, അതാണ് നിനക്ക് വേണ്ടത്. അതിന് നീ ലാലേട്ടനാണ് ഏറ്റവും കൂടുതൽ യൂസ് ചെയ്തിട്ടുള്ളത്. മമ്മൂക്കാനെ യൂസ് ചെയ്തിട്ടുണ്ട്, പക്ഷേ ലാലേട്ടൻ അത്രയും നീ യൂസ് ചെയ്തിട്ടില്ല. ലാലേട്ടനെ എന്തൊക്കെ നീ പറഞ്ഞിട്ടുണ്ടെന്ന് അറിയോ? ലാലേട്ടനെ നീ ബോഡി ഷേമിങ് നടത്തിയിട്ടുണ്ട്. ആ ഒടിയൻ്റെ ശേഷം ലാലേട്ടൻ്റെ ഫേസിനെ കുറിച്ച്, ലാലേട്ടൻ്റെ ആക്ടിങ്ങിനെ കുറിച്ച് അത്രയും മോശമായിട്ട് സംസാരിച്ചൊരു വ്യക്തിയാണ് കോക്കേനി. എന്നിട്ട് ഇപ്പം വന്നിരുന്നിട്ട് ഞാൻ ലാലേട്ടൻ്റെ ഭയങ്കര ഫാനാണ്, ഞാൻ ലാലേട്ടൻ നന്നാവാൻ വേണ്ടി പറഞ്ഞാന്ന്. നീയൊക്കെ നീ ലാലേട്ടനൊക്കെ പറഞ്ഞ് നന്നാക്കാൻ? നീ ഒരു സെലിബ്രിറ്റി ഇമേജ് ആഗ്രഹിച്ച് ലാലേട്ടനെ മാക്സിമം യൂസ് ചെയ്ത് നീ നല്ല റീച്ച് ഉണ്ടാക്കി, കുറേ ഫോളോവേഴ്സിനെ ഉണ്ടാക്കി, നിനക്കത് മതിയായിരുന്നു. എന്നാൽ മര്യാദക്ക് റിവ്യൂ പറഞ്ഞ് ആ ഒരു നിന്നെ ഫോളോ ചെയ്യുന്ന ആൾക്കാരൊരു വിശ്വാസത ഉണ്ടാവല്ലോ, അത് നിലനിർത്തി കൊണ്ടുപോകാൻ നിന്നെക്കൊണ്ട് സാധിച്ചിട്ടില്ല. നീ കോമാളിത്തരങ്ങൾ മാത്രം കാണിച്ചുകൊണ്ടിരിക്കുകയാണ് ഇപ്പോൾ, വെറും കോമാളിത്തരങ്ങൾ.
നിന്റെ വിചാരം കുറേ ഡ്രസ്സൊക്കെ ഇട്ട് കുറേ കോമാളിത്തിനെ കാണിച്ച് ഹേയ് എന്നൊക്കെ പറഞ്ഞു കഴിഞ്ഞാൽ ഭയങ്കര സംഭവമാണ്. അത് ആദ്യമൊക്കെ ആൾക്കാർക്ക് ഇഷ്ടമായിരുന്നു ഫസ്റ്റൊക്കെ. ഇത് നിരന്തരമായിട്ട് നീ ഇതന്നെ കാണിച്ചുകൊണ്ടിരിക്കുമ്പോൾ സത്യം പറയാലോ നിൻ്റെയൊക്കെ റിവ്യൂ കണ്ടിപ്പോൾ സിനിമയ്ക്ക് പോകുന്ന ആൾക്കാർ വളരെ ചുരുക്കമാണ്. എന്നാൽ കുറച്ച് പേര് ഇപ്പോഴും ഉണ്ടാവും. അത് നിൻ്റെ കോമാളിത്തരം കാണാൻ വേണ്ടിയിട്ട് എൻ്റർടൈൻമെൻ്റ് ആയിട്ട് നിന്നെ കാണുന്നതുകൊണ്ട് മാത്രം. അല്ല നീ പറയുന്ന വാക്കുകളൊന്നും അങ്ങനെ വലിയ സംഭവമായിട്ടൊന്നും ആരും കാണുമെന്ന് എനിക്ക് തോന്നുന്നില്ല. നീ പല സിനിമകളെ കുറിച്ച് റിവ്യൂ പറയുമ്പോൾ ഞാൻ ശ്രദ്ധിച്ചിട്ടുണ്ട്. നീ പറയുന്ന ഒരു മെയിൻ ഡയലോഗ്, അത് മെയിനായിട്ട് നീ പറയുന്നൊരു കാര്യമുണ്ട്. ഞാൻ തിയേറ്ററിലിരുന്ന് പോയി കണ്ടപ്പോൾ എല്ലാവരും ചിരിക്കുന്നു, എനിക്ക് ചിരി വന്നില്ല. എന്ത് കോമഡി അത്? ഇങ്ങനെയാണോ കോമഡി ചെയ്യുക? എടാ നിനക്ക് ചിരി വരുന്നില്ല എന്നുണ്ടെങ്കിൽ അത് നിൻ്റെ പ്രശ്നമാണ്. ബഹുഭൂരിപക്ഷം ആൾക്കാരും ആ സിനിമ കണ്ട് ചിരിക്കുന്നുണ്ടെങ്കിൽ അത് അവർക്ക് ആ കോമഡി ഇഷ്ടമായിട്ടാണ്. നിന്നെ ഒരാളെ പിന്നെ രസിപ്പിക്കാനും നിന്നെ ഒരാളെ എൻ്റർടൈൻ ചെയ്യിക്കാനും വേണ്ടി മാത്രം സിനിമ ഒന്നും എടുക്കാൻ പറ്റില്ല. അതിന് അർത്ഥം എന്താണ്? നീ മനസ്സിലാക്കണത്, നിനക്ക് ബുദ്ധി ഉണ്ടോ? ബുദ്ധി ഉണ്ടെങ്കിൽ നീ മനസ്സിലാക്കണം എന്താണെന്നറിയോ? അത്രയും ആൾക്കാർ തല കൊത്തി നിന്ന് ചിരിക്കുമ്പോൾ നിനക്ക് മാത്രം ചിരിക്കാൻ പറ്റുന്നില്ലാണെങ്കിൽ പ്രശ്നക്കാരൻ നീയാണ്. നിനക്കിതൊന്നും ആസ്വദിക്കാനുള്ള ശേഷിയില്ലടേ, നിനക്കിതൊന്നും ആസ്വദിക്കാനുള്ള ബുദ്ധിയില്ല. ബുദ്ധിയോ വിവേകമോ ഒന്നുമില്ല. നീ ഒരു പൊട്ടനാണ്, മനസ്സിലായില്ലേ? ഒരു സിനിമ കണ്ട് ചിരിക്കാൻ വരെയുള്ള ഒരു ചിന്താശേഷിയോ ബുദ്ധിയോ ഇല്ലാത്ത നീ ഒരു വെറും മന്ദബുദ്ധിയാണ് നീ. ഒരു സിനിമ കണ്ടിട്ട് അത് ആസ്വദിക്കാൻ പറ്റാതെ ചിരിക്കാൻ പറ്റാതെ മറ്റുള്ളവർ ചിരിക്കുന്നുണ്ട്, ഞാൻ ചിരിച്ചില്ല, അയ്യേ ഇതെന്ത് കോമഡിയാന്ന് പറഞ്ഞ് റിവ്യൂ ഇടുന്ന നീയൊക്കെ എന്ത് അടിസ്ഥാനത്തിലാണ് ഒരു സിനിമയെ കുറിച്ച് റിവ്യൂ നീ ഇടുന്നത്? എന്താണ് നിൻ്റെ അടിസ്ഥാനം? എന്താണ് റിവ്യൂ ഇടുന്നത്? ബഹുഭൂരിപക്ഷം ആൾക്കാർ ചിരിക്കുന്നു, എനിക്ക് ചിരിക്കാൻ പറ്റുന്നില്ല, സിനിമ വളരെ മോശം. ഏതാണ് നീയൊക്കെ വന്ന് റിവ്യൂ പറയുന്നത്? ഒന്നാമതെന്നൊക്കെ പറഞ്ഞാൽ നീ ഒരു വേറെ രീതിയിലൊക്കെ ചിന്തിക്കുന്ന ഒരാളാന്ന് തോന്നുന്നുണ്ട്. കാരണം നിനക്കെല്ലാവരും പുച്ഛം, പരമപുച്ഛം. നീ പറയുന്നത് മാത്രം ശരി. ഞാനിപ്പോൾ എന്താ പറയുക, ആ ഇൻ്റർവ്യൂ കണ്ടപ്പോൾ ഞാൻ ഇങ്ങനെ ആലോചിക്കുന്നത്, നിനക്കെന്താ വയ്യേ? പഴയൊരു പ്രസരിപ്പൊന്നും ഇല്ലല്ലോ നിൻ്റെ മുഖത്ത്. ഭയങ്കര എന്താ പറയുക, ഒരു വയ്യായി കണ്ടല്ലോ നിനക്ക്. എന്ത് പറ്റി? ഞാൻ പറഞ്ഞല്ലോ, നീ ഒന്ന് സിനിമ കണ്ട് വിലയിരുത്താൻ നിൽക്കലേ. നിനക്കൊരു സിനിമ കണ്ട് ആസ്വദിച്ച് അതിൽ തമാശ എന്താണെന്നോ അതിലൊരു നിനക്ക് ഈ ഫാമിലി അറ്റാച്ച്മെൻ്റ് ഉള്ള സിനിമകൾ, തമാശ സിനിമകളൊന്നും നിനക്ക് വേഗം ഇഷ്ടപോലെ. കാരണം നീ പറയുന്ന വെച്ചാൽ എനിക്ക് എനിക്ക് പറ്റില്ല, ഇങ്ങനെയൊക്കെ നീ സംസാരിക്കില്ലേ, ഒരു പുച്ഛാണ് നിനക്ക്. അപ്പോൾ അങ്ങനെ ഇഷ്ടപ്പെടുന്ന ആൾക്കാരുണ്ട്, അവർ പോയി കണ്ട് ആസ്വദിക്കട്ടെ. നീ ഒരു സിനിമ കണ്ട് 10 മിനിറ്റ് കഴിഞ്ഞാൽ നീ റിവ്യൂ ഇടും, ആ സിനിമ മോശം എന്നും വേണ്ട. നിനക്ക് വേണ്ടതെന്ന് പറഞ്ഞാൽ നിന്നെ രസിപ്പിക്കുന്ന, നിനക്ക് മാത്രം ഇഷ്ടപ്പെടുന്ന കുറച്ച് സിനിമകളുണ്ട്, അത് നീ കണ്ട് ഇഷ്ടപ്പെട്ടോ എന്ന് കരുതി ലാലേട്ടൻ്റെ സിനിമകളെയും മമ്മൂക്കാൻ്റെ സിനിമകളെയും ദിലീപേട്ടൻ്റെ സിനിമകളെയും എല്ലാവരുടെ സിനിമകളും നിനക്ക് പൊച്ചാണ്. നീ പറഞ്ഞു ഞാൻ ചില സിനിമകൾ തുടരും പോലത്തെ സിനിമകളൊക്കെ ഞാൻ നല്ല റിവ്യൂ പറഞ്ഞില്ലേന്ന്. പിന്നെ നീ നല്ല റിവ്യൂ പറഞ്ഞുകൊണ്ടല്ല സിനിമ ഹിറ്റായത്. നീ റിവ്യൂ പറഞ്ഞിട്ടില്ലാണ്ടെങ്കിലും എന്താ പറയുക, റിവ്യൂ പറയാതിരിക്കുന്നതായിരിക്കും നന്നാവുക. നീ റിവ്യൂ പറഞ്ഞിട്ടില്ലെങ്കിലാണ് സിനിമ ഹിറ്റാവുക. നീ ആ മറ്റേ ലാലേട്ടൻ്റെ തെലുങ്ക് സിനിമ ഉണ്ടല്ലോ, എന്താണ് കണ്ണപ്പ എന്ന് പറഞ്ഞ സിനിമക്കൊക്കെ നീ വന്നിട്ട് ഫാൻസ്, നീ ലാലേട്ടനെ കുറിച്ചൊന്നും പറയില്ല എന്നും പറയല്ലേ. ആ കണ്ണപ്പ എന്ന് പറഞ്ഞ സിനിമേൻ്റെ നീ ലാലേട്ടൻ്റെ ഫാൻസി ഡ്രസ് ഇട്ടിട്ട് വന്നിട്ട് ഇരുന്നിട്ട് നീ ലാലേട്ടനാണ് നീ കളിയാക്കി സംസാരിച്ചത്. നീ കുറേ ഫാൻസി ഡ്രസ്സ് വിട്ട് ഈ കുറേ കോമാളിത്തരം കാണിച്ച് നിൻ്റെ വിചാരം നീ ഭയങ്കര സംഭവമാണ്. നീ ബ്രാൻഡല്ല, നീ അണ്ടിയാണ്, അണ്ടി. നിനക്ക് വെയ്യടാ, നിർത്തിയിട്ട് പോടാ, നിന്നെ കൊണ്ട് പറ്റുവാടാ ഈ പരിപാടി. നിനക്കൊരു സിനിമ ആസ്വദിക്കാനുള്ള ബുദ്ധിയോ വിവേകോ വിചാരം ഒന്നും ഇല്ലടാ, നിർത്തിയിട്ട് പോ. നീ പഴയ പോലെ എന്തെങ്കിലും ഗ്രൂപ്പൊക്കെ തുടങ്ങി, FB ഗ്രൂപ്പൊക്കെ തുടങ്ങിയിട്ട് അങ്ങോട്ടും ഇങ്ങോട്ടും ഫാൻ ഫൈറ്റൊക്കെ നടത്തി തല്ലുണ്ടാക്ക്. പണ്ട് അങ്ങനെയല്ല ചെയ്തിരുന്നത്. ലാലപ്പൻ, മമ്മൂണ്ണി എന്നൊക്കെ പറഞ്ഞിട്ട് അങ്ങോട്ടും ഇങ്ങോട്ടും ലാലപ്പൻ ഫാൻസിനും മമ്മൂട്ടി ഫാൻസിനൊക്കെ കുറേ തമ്പ് തല്ലിച്ചല്ലേ, അതിൻ്റെ കാലല്ലേ നീ. ഇനി അതേപോലെ വല്ല ഗ്രൂപ്പ് തുടങ്ങി തമ്പ് തല്ലിക്കാൻ നോക്ക്, നിന്നെക്കൊണ്ട് അതൊക്കെ പറ്റുള്ളൂ. നിന്നെക്കൊണ്ട് വെയ്യടാ, നിർത്തിയിട്ട് പോടാ.